വെൽക്കം ബാക്ക് പ്രിയപ്പെട്ടവരെ. പറഞ്ഞു കാട് കയറാതെ കാട് കയറി ഒരു കഥ പറയാം ഇനി. വയനാട് പൂതാടിയിൽ വനം വകുപ്പിനൊപ്പം കാടോരം ചേർന്ന് ജീവിക്കുന്ന ചില മനുഷ്യരെ കാണാൻ പോയി. അവരെ കണ്ടു, അവരെ കേട്ടു. പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. കണ്ടതും കേട്ടതുമെല്ലാം കാളിദാസൻ ദേവദത്തം പറയും. അങ്ങനെ ഇരുന്നപ്പോഴേ കാട് കാണാനൊരു മോഹം. അപ്പം നമ്മുടെ കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ഇവിടെ കുറച്ച് ഉന്നതികളിൽ പോയിട്ട് അവരുടെ പരാതിയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു, കാട് കയറുന്നു എന്നൊക്കെ കേട്ടു. നമ്മൾ അവരുടെ കൂടെ ഒന്ന് പോയി വരാം. അവരെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് പോയി നോക്കണമല്ലോ. അപ്പോൾ വനം വകുപ്പിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പോൾ ഒന്ന് പോയി നോക്കുക. ഈ നരസിപ്പുഴയുടെ അപ്പുറത്താണ് വനവകുപ്പ് ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ഒരു പാലം കയറി പോകണം. ഈ മുളപ്പാലം അത്യാവശ്യം ഉറപ്പുണ്ടാവും തോന്നുന്നു. എന്തായാലും കയറിപ്പോം. ഒരുപാട് പേര് പോകുന്നതാണ്. അയിനിമല ഉന്നതിയിലേക്ക് ആൾക്കാരൊക്കെ പോകുന്നത് ഈ വഴിയാണ്. ഇതൊക്കെ നരസിപ്പുഴയൊക്കെ പെട്ടെന്ന് വെള്ളം കയറും, നല്ല ഈ ഹൈറ്റിലൊക്കെ വെള്ളം കയറും. എന്തായാലും നമുക്കൊന്ന് പോവാം. എന്തായാലും കഷ്ടം. അപ്പോൾ വനംവകുപ്പ് അപ്പുറത്തുണ്ട്. അവരുടെ പരാതിയൊക്കെ ഒന്ന് എന്താണ് അവരുടെ ആവശ്യങ്ങളെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് പോകുന്നത്. നമുക്കും അറിയത്തില്ല, നമുക്കൊന്ന് ചെന്ന് നോക്കാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ആ കൂടെ കഷ്ടമാണെന്ന് തോന്നുന്നില്ലേ. എന്തായാലും പോയി നോക്കാം. കുറച്ച് പരിപാടി ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഞായറാഴ്ചയായിട്ട്? അതെ, ഞങ്ങളുടെ ഫീൽഡായിട്ട് വന്നതാണ്. പിന്നെ അവര് പാലങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, പാലത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്ന. അപ്പോൾ ഈ കാട് വന്നിട്ട് വന്യജീവികൾ ഉള്ള സ്ഥലമാണോ ഈ ഒരു ഭാഗത്ത്? ഞാൻ വന്നപ്പം ഒന്ന് നോക്കി ചുറ്റിനൊക്കെ. ജീവികൾ ഉള്ള സ്ഥലമാണ്, പക്ഷെ ഇങ്ങോട്ട് കയറാൻ നമുക്കൊരു മതിലുള്ള കൊണ്ട് അങ്ങനെ പെട്ടെന്ന് കയറില്ല മാത്രം. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഏത് റേഞ്ചിൽ പെടുന്ന ഒരു സ്ഥലമാണ്? നമുക്കിതിപ്പം ഈ ഒരു ഭാഗം, ഈ ഒരു മേഖല അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇത് ചെതലത്ത് റേഞ്ച് പുൽപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. പൂതാടി പഞ്ചായത്ത് വരും, പൂതാടി പഞ്ചായത്താണ് വരുന്നത്. അപ്പോൾ നമുക്കിനിപ്പം എല്ലാം അങ്ങോട്ട് പോവാം. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ വനം വകുപ്പ് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പോയി. ഇവരുടെ പരാതിയൊക്കെ ഒന്ന് കേട്ടു. നമുക്ക് ഇവരോടൊന്ന് സംസാരിക്കാം. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ചേച്ചി, എന്താ ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ലീല. ലീല. ഞങ്ങൾക്ക് വഴിയും ആണ് വേണ്ടത്, പിന്നെ പാലം, പിന്നെ കുടിവെള്ളം. അതാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. വെള്ളം ഭയങ്കര പ്രശ്നമാണോ? വെള്ളം ഭയങ്കര പ്രശ്നമാണ്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയൊക്കെയാ ആണോ? അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പുതിയ മുഖ്യമന്ത്രി ആയതുകൊണ്ടേ നമുക്കിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. നമുക്ക് കിട്ടണമല്ലോ. ആദിവാസികളെല്ലാം ഒന്ന് മുഖ്യമന്ത്രി വന്ന് കാണേണ്ടതല്ലേ? അയിനിമല ഉന്നതിയിലെ ഉന്നതി നിവാസികൾ കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ ഇത് ശരിക്കും ഒഴുകി വരുന്നത് ആ ഭാഗത്തു നിന്നാണ് ഒഴുകി വരുന്നത്. ഈ കുടിവെള്ളം വരുന്ന ഈ വഴിയിൽ എവിടെങ്കിലും ഇതിനൊരു ബ്ലോക്ക് വന്നാൽ എങ്ങനെ ഈ വഴി കൂടെ പോകുന്നുള്ളതൊന്ന് നോക്കണം. ഈ പായലിൻ്റെയൊക്കെ അവസ്ഥ നോക്ക്. ഇതിൻ്റെ അകത്താണ് വരുന്ന വെള്ളം. ഈ വെള്ളമാണ് അവിടെ നമ്മളിപ്പോൾ കണ്ട അവിടുത്തെ ആ ഒരു കുട്ടിയടക്കം. ആ കുട്ടിയുടെ എല്ല് ശോഷിച്ചിരിക്കുകയാണ്. ആ കുട്ടിക്ക് നടക്കാൻ വയ്യ. ചേച്ചി, ഈ കുടിവെള്ളം എങ്ങനെ കുടിക്കാൻ പറ്റും? നമുക്കിത് കാണുമ്പം തോന്നുന്നു, പക്ഷെ നിങ്ങൾക്ക് വേറെ വഴിയില്ലല്ലേ? ഇല്ല, ഇതേ ഉള്ളൂ. വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും അസുഖം ഇപ്പം അടുത്ത നാളുകളൊക്കെ വന്നിട്ടുണ്ട്? സ്ഥിരമായിട്ട് അസുഖം വരാറുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്.
നമ്മൾ വനംവകുപ്പിൻ്റെ കൂടെ ഒരു വിസിറ്റിന് പോയതാണെങ്കിലും നമ്മളവിടെ ചെല്ലുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുറേ ജീവിതങ്ങൾ അവിടെ ഉള്ളതായിട്ട് അറിയുന്നത്. ഇവരൊന്നും വനഭൂമിയിലല്ല കേട്ടോ. പക്ഷേ വനംവകുപ്പിനാണ് അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ, അവരെയൊക്കെ ഒന്ന് പോയി നോക്കുന്നില്ല. പക്ഷേ പൂർണ്ണമായിട്ടും ഇതൊന്നും നിർമ്മിച്ചു കൊടുക്കേണ്ടത് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തമല്ല. എന്നിട്ടും വനംവകുപ്പ് അതിന് വേണ്ട നടപടി ചെയ്യാമെന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും അധികാരികൾ, സർക്കാരാണ് ഇതിനെ സംബന്ധിച്ച് വേണ്ട നടപടികളൊക്കെ എടുക്കുന്നത്. ഒന്ന് കണ്ണ് തുറന്നേക്കണേ, അത്രയേ ഉള്ളൂ, അപേക്ഷയാണ്. അപ്പം ഇതേപോലെ ഇത്തരം കഥകളൊന്നും ഇല്ലാതിരിക്കട്ടെ ഇനിയും ഭാവിയിൽ. എന്തായാലും മറ്റൊരു കഥ വയനാട്ടിൽ നിന്നും മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തൻ പറയാനായി അടുത്ത ആഴ്ച വരും. കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.